ഫെർട്ടിലൈസേഷൻ അഥവാ സിൻഗാമി എവിടെ വെച്ചാണ് നടക്കുന്നത്? അതിൻ്റെ ബേസിൽ ഫെർട്ടിലൈസേഷൻ അഥവാ സിൻഗാമിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. വേർ ഡസ് സിൻഗാമി ഒക്കേഴ്സ്? സിൻഗാമി അഥവാ ഫെർട്ടിലൈസേഷൻ എവിടെയാണ് നടക്കുന്നത്? ആ ഇത് വെച്ചിട്ട് നമുക്ക് ഫെർട്ടിലൈസേഷൻ അഥവാ സിൻഗാമിനെ രണ്ടായിട്ട് തിരിക്കാം. അതേതൊക്കെയാണ്? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. ഡിവൈഡഡ് ഇൻറ്റു ടു: external fertilization and internal fertilization. External fertilization കൂടുതലായിട്ട് നമുക്ക് കാണാം അക്വാറ്റിക് ഓർഗാനിസത്തിലാണ്. അക്വാറ്റിക് ഓർഗാനിസത്തിൽ ഫോർ എക്സാമ്പിൾ ഫിഷ്, ആംഫീബിയൻ, ഫ്രോഗ്സ് ഇവരിലൊക്കെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എക്സ്റ്റേണൽ മീഡിയം, അതായത് അവിടെ വാട്ടറിലാണ്. എക്സ്റ്റേണൽ മീഡിയം അഥവാ വാട്ടറിലാണ് അവരുടെ ഫെർട്ടിലൈസേഷൻ. ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമെറ്റ് നടക്കുന്നത് വാട്ടറിൽ വെച്ചിട്ടാണ്. എക്സ്റ്റേണൽ മീഡിയമായ വാട്ടറിൽ വെച്ചിട്ടാണ് അക്വാറ്റിക് ഓർഗാനിസമായ ആൽഗെ, ഫിഷ്, ആംഫീബിയനിലൊക്കെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. സോ ഈ ടൈപ്പ് ഗാമറ്റിക് ഫ്യൂഷൻ വാട്ടറിലോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ മീഡിയയിലോ നടക്കുകയാണെങ്കിൽ അതുപോലത്തെ ഫെർട്ടിലൈസേഷൻ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓർഗാനിസം ഫോളോ ചെയ്യേണ്ടതായിട്ട്. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആയിരിക്കും ഓർഗാനിസം ഫോളോ ചെയ്യേണ്ടത്? എന്നാൽ മാത്രമേ അത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. ആദ്യത്തേത് സിൻകറണി ബിറ്റ്വീൻ ദ സെക്സസ്. ഫസ്റ്റ് വൺ, സിൻകറണി ബിറ്റ്വീൻ ദ സെക്സസ്. സിൻകറണി ബിറ്റ്വീൻ ദ സെക്സസ്. സിൻകറണി ബിറ്റ്വീൻ ദ സെക്സസ് എന്ന് പറഞ്ഞാൽ മെയിൽ ഗാമെറ്റും ഫീമെയിൽ ഗാമെറ്റും ഒരേ സമയം റിലീസ് ചെയ്യണം. ദേ ഷുഡ് റിലീസ് അറ്റ് ദ സെയിം ടൈം. സെയിം ടൈമിലാണ് മെയിൽ ഗാമെറ്റും ഫീമെയിൽ ഗാമെറ്റും റിലീസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സിൻക്രണസ്. സോ രണ്ട് സെക്സുകളും ഒരേ സമയത്ത് ഒരേ ടൈമിൽ റിലീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കും. അതുപോലെ തന്നെ രണ്ടാമത് ലാർജ് നമ്പർ ഓഫ് ഗാമെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. ഈ ലാർജ് നമ്പർ ഓഫ് ഗാമെറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ലാർജ് നമ്പർ ഓഫ് ഗാമെറ്റ്സ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനിൽ ലാർജ് നമ്പർ ഓഫ് ഗാമെറ്റ്സ് ആർ റിലീസ്ഡ് ഇൻ ടു ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമെറ്റ്സ് റിലീസ്ഡ് ഇൻ ടു ദ സറൗണ്ടിങ് മീഡിയം. എന്താണ് സറൗണ്ടിങ് മീഡിയം? വാട്ടർ. വാട്ടറിൽ വെച്ചിട്ട് ഈ ലാർജ് നമ്പർ ഓഫ് ഗാമെറ്റ്സ് റിലീസ് ചെയ്താൽ മാത്രമേ അവിടെ അവർ തമ്മിലുള്ള സിൻഗാമി അഥവാ ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള ചാൻസ് കൂടുള്ളൂ. സോ ഈ ലാർജ് നമ്പർ ഓഫ് ഗാമെറ്റ്സ് വാട്ടറിൽ റിലീസ് ചെയ്താൽ മാത്രമേ സിൻഗാമി എൻഹാൻസ് ചെയ്യുള്ളൂ. ഇത് നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോണി ഫിഷ്, ബോണി ഫിഷസ്, ഫ്രോഗ് ഇവരെയൊക്കെ നമുക്ക് ലാർജ് നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ ബോണി ഫിഷ് ആൻഡ് ഫ്രോഗ് ഒക്കെ എക്സ്റ്റേണൽ മീഡിയം അഥവാ വാട്ടറിൽ വെച്ചിട്ടാണ് അവരുടെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ്സ് അഥവാ സിൻഗാമി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ലാർജ് നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് അവർക്ക് ഉണ്ടാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഔട്ട്സൈഡാണ്, നോട്ട് ഇൻസൈഡ് ദ ബോഡി. ഔട്ട്സൈഡ് ദ ബോഡിയാണ്, അതായത് വാട്ടർ അഥവാ എക്സ്റ്റേണൽ മീഡിയത്തിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന ഓഫ്സ്പ്രിങ്സ് വളരെയധികം വൾണറബിൾ ആയിരിക്കും. അവരെ പ്രിഡേറ്റേഴ്സ് വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സോ അവർക്ക് ഒരു ത്രെട്ടനിങ് ആണ്. അവരുടെ ഓഫ്സ്പ്രിങ്സ് എത്രമാത്രം സർവൈവ് ചെയ്യും എന്നുള്ളത് ഒരു ത്രെട്ടനിങ് ആണ്. സോ ദേ ആർ ഹൈലി വൾണറബിൾ ടു പ്രിഡേറ്റേഴ്സ് ആൻഡ് ഹൈലി ത്രെട്ടനിങ് ആണ്. എത്ര ഓഫ്സ്പ്രിങ്സ് സർവൈവ് അപ് ടു അഡൾട്ട്ഹുഡ് സ്റ്റേജ് എന്ന് പറയാൻ പറ്റില്ല. അതാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഇനി അടുത്തതായിട്ട് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ ഹാപ്പൻസ് ഇൻസൈഡ് ദ ഫീമെയിൽ പാരന്റ് ബോഡി. ഫീമെയിൽ പാരന്റ് ബോഡിയുടെ ഉള്ളിൽ വെച്ച് ഇൻസൈഡ് ദ ബോഡി ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ നമ്മളതിനെ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അത് ആരിലൊക്കെയാണ് നടക്കുന്നത് നോക്കിയേ? ഫംഗയിൽ നടക്കും ആൻഡ് ഹയർ പ്ലാന്റ്സ്, ഫംഗൈ, ഹയർ പ്ലാന്റ്സ്, പിന്നെ നമ്മുടെ റെപ്റ്റൈൽസിൻ്റെ ബോഡിയിൽ നടക്കും. ബേർഡ്സ് ആൻഡ് മാമൽസ്, അതുപോലെ പ്ലാന്റ്സിൽ വരികയാണെങ്കിൽ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം എല്ലാ പ്ലാന്റ്സിലും ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതായത് ഗാമറ്റിക് ഫ്യൂഷൻ ഹാപ്പൻസ് ഇൻസൈഡ് ദ ഫീമെയിൽ ബോഡി. ഗാമറ്റുകൾ ഫ്യൂസ് ചെയ്യുന്നത് അഥവാ സിൻഗാമി നടക്കുന്നത് എവിടെയാണ്? ഫീമെയിൽ പാരന്റ് ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ടാണ്.
ഇൻസൈഡ് ആണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇൻസൈഡ് ദ ബോഡിയാണ് ഇങ്ങനത്തെ ഓർഗാനിസത്തിന്റെ എഗ് ഫോം ചെയ്യുന്നത്. അവിടേക്ക് മെയിൽ ഗാമേറ്റ് ഫ്യൂസ് ചെയ്യണം. സോ മെയിൽ ഗാമേറ്റ് ഇൻസൈഡ് ദ ഫീമെയിൽ ബോഡിയിലേക്ക് എത്തിക്കൊണ്ട് അവിടെ ഫെർട്ടിലൈസേഷൻ അഥവാ സിൻഗാമി നടക്കുന്നു. ഇനി മെയിൽ ഗാമേറ്റ്സ് ഇങ്ങനത്തെ ഓർഗാനിസത്തിൽ മൊട്ടൈലായിരിക്കും. സോ മൊട്ടൈൽ മെയിൽ ഗാമേറ്റ്സ് ഹാസ് ടു റീച്ച് ദ എഗ്. മൊട്ടൈൽ ആയിട്ടുള്ള മെയിൽ ഗാമേറ്റ്സിന് എഗ്ഗിലേക്ക് റീച്ച് ചെയ്താൽ മാത്രമേ അവിടെ നമ്മുടെ ഫെർട്ടിലൈസേഷൻ അഥവാ ഫ്യൂഷൻ അഥവാ സിൻഗാമി നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം അല്ലെങ്കിൽ മെയിൽ ഗാമറ്റിൻ്റെ നമ്പർ ഒരുപാട് കൂടുതലായിരിക്കും. പക്ഷേ എഗ്ഗിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. സ്പേംസ് ലാർജ് നമ്പർ ഓഫ് പ്രൊഡ്യൂസ് ചെയ്താലും എഗ്ഗിൻ്റെ നമ്പർ ഓഫ് എഗ്സ് പ്രൊഡ്യൂസ്ഡ് വിൽ ബി വെരി റെഡ്യൂസ്ഡ് ആയിരിക്കും. ഇവിടെ അങ്ങനെയല്ല, മെയിൽ ലാർജ് നമ്പർ ഓഫ് ഗാമറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ അവിടെ ചാൻസസ് ഓഫ് മീറ്റിംഗ് ഓർ ഫ്യൂഷൻ ഓഫ് ഗാമറ്റ്സ് നടക്കുകയുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ എഗ്ഗിൻ്റെ നമ്പർ ഓഫ് എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും കമ്പയറിംഗ് ടു sperm large number of sperms should be produced ആണ്. ഇതാണ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ സീഡ് പ്ലാന്റ്സുകൾ എടുക്കുകയാണെങ്കിൽ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റുകളിൽ അവിടെ ഗാമറ്റുകൾ മെയിൽ ഗാമറ്റ് എന്ന് പറയുന്ന പോളൻ ഗ്രെയിൻസുകൾ നോൺ മോട്ടൈലായിരിക്കും, മൊബിലിറ്റി ഉണ്ടായിരിക്കില്ല. അങ്ങനത്തെ പോളൻ ഗ്രെയിൻസിനെ ക്യാരി ചെയ്ത് ഫീമെയിൽ ഗാമറ്റായ ഓവ്യൂളിക്ക് എത്തിക്കണമെങ്കിൽ അവിടെ ഒരു സ്പെഷ്യൽ മെക്കാനിസം ഉണ്ടെന്ന് പറഞ്ഞ് പോളിനേഷൻ, അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് പോളൻ ട്യൂബ് വഴിയാണ്. സോ പോളൻ ട്യൂബാണ് നോൺ മോട്ടൈലായിട്ടുള്ള പോളൻ ഗാമറ്റുകളെ നമ്മുടെ ഫീമെയിൽ ഗാമറ്റായ ഓവ്യൂളിക്ക് എത്താൻ സഹായിക്കുന്നത്. അതാണ് സീഡ് പ്ലാന്റുകളുടെ പ്രത്യേകത. സോ ഒരിക്കൽ കൂടി പറയാം, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ ബോഡി ഓർ ഔട്ട്സൈഡ് എനി മീഡിയത്തിൽ വെച്ച് നടക്കുമ്പോഴാണ് അതിനെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുക. ഇൻസൈഡ് ദ ഫീമെയിൽ പാരന്റ് ബോഡി നടക്കുമ്പോഴാണ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുക. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ബോണി ഫിഷ്, ഫ്രോഗ്, ആംഫിബിയൻസ് ഒക്കെയാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എക്സാമ്പിൾ. ഇവരുടെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവരുടെ ഓഫ്സ്പ്രിങ്സ് അല്ലെങ്കിൽ അവർ ഹൈലി വൾണറബിൾ, പ്രിഡേറ്റേഴ്സ് വന്ന് അവരെ അറ്റാക്ക് ചെയ്ത് അവർക്ക് ചൈൽഡ്ഹുഡ് വരെയുള്ള സർവൈവൽ വളരെ കുറവായിരിക്കും. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ഇൻസൈഡ് ദ ഫീമെയിൽ ബോഡി പാരന്റ് ബോഡി ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ത്രെട്ടനിങ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല ഇന്റേണൽ ഫെർട്ടിലൈസേഷനിൽ. അത് നടക്കുന്നത് ഫംഗൈ, ഹയർ പ്ലാന്റ്സ്, റെപ്റ്റൈൽ, ബേർഡ്സ്, മാമൽസ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം ഈ വക പ്ലാന്റുകളിലൊക്കെയാണ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ സീഡ് പ്ലാന്റ്സിലാണെങ്കിൽ നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഗാമറ്റ്സുകൾ ഫീമെയിൽ ഗാമറ്റിലേക്ക് എത്തണമെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് പോളൻ ട്യൂബ്സ്.